ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു ഫാന്റസി ഫ്രാഞ്ചൈസിയാണ് രാജമൗലിയുടെ ബാഹുബലി. അതിൽ നമ്മുടെ മനസ്സുകളിൽ ചെറുപ്രതിഷ്ഠ നേടിയ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പൽവാൽ ദേവന്റെ പിതാവായ പിംഗളദേവൻ. തന്റെ ബുദ്ധിശൂന്യതയല്ല, മറിച്ച് തന്റെ ഇടത്തെ കൈക്കയറ്റ വൈകല്യമാണ് തനിക്ക് മഹിഷ്മതി എന്ന സാമ്രാജ്യം നഷ്ടപ്പെടാൻ കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഈ നാസറിന്റെ അല്ലെങ്കിൽ ഈ പിംഗളദേവന്റെ ഇടത്തെ കൈക്കയറ്റ വൈകല്യം എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ചു. മനുഷ്യന്റെ കൈയിനെ അതിന്റെ ചലനത്തിനും അതിന്റെ സ്പർശനത്തിനും നിയന്ത്രിക്കുന്ന ഒരു കെട്ട് ഞരമ്പുകളുണ്ട്, ബ്രേക്കിയൽ പ്ലക്സസ്. അപ്പൊ ഈ ബ്രേക്കിയൽ പ്ലക്സസിന് ഏൽക്കുന്ന ക്ഷതമാണ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് എർസ് പാൽസിയും ഒന്ന് ക്ലോ ഹാൻഡുമാണ്. അപ്പൊ ഈ എർസ് പാൽസി നമ്മുടെ സാധാരണ ഡെലിവറി സമയത്ത്, ആ പ്രഗ്നൻസി സമയത്ത് ആ ഒരു ഏൽക്കുന്ന ക്ഷതം കാരണം ഒരു പക്ഷേ എർസ് പാൽസി ഉണ്ടാവാം. നമ്മുടെ ഈ പടം പരിശോധിച്ച് നോക്കുമ്പോൾ കൊച്ചിന്റെ കൈ നിവർന്നാണ് ഇരിക്കുന്നത്. അപ്പം മുകളിലുള്ള ആ ഒരു ക്ഷതം മൊത്തം കൈനെയും ബാധിക്കുന്നു. പക്ഷെ പിംഗളദേവന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ കൈ മടക്കി, മുട്ടിന്റെ അവിടെ കൈ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എർസ് പാൽസി നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. രണ്ടാമത്തത് ക്ലോ ഹാൻഡ്. കൈപ്പത്തിയെ സപ്ലൈ ചെയ്യുന്ന മീഡിയൻ നെർവ്, അൾനാർ നെർവ്, ഈ രണ്ട് നെർവിന് ഏൽക്കുന്ന ക്ഷതം കാരണം കൈയിന്റെ മസിൽസ് ശോഷിക്കുകയും അവിടെ ഒരു തരത്തിൽ നമുക്കൊരു വൈകല്യം സംഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പിംഗളദേവന്റെ സിറ്റുവേഷനിൽ ഷോൾഡർ മുതൽ, അത് തോൾ മുതൽ കൈപ്പത്തി വരെ ശോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോ ഹാൻഡ് എന്നൊരു സിറ്റുവേഷൻ നമുക്ക് തൽക്കാലം ഇതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ ഭയങ്കര റെയറായിട്ട് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്, അവിടെ ഒരു പോർഷനിൽ മാത്രം ബാധിക്കുന്ന ഒരു ക്ഷതം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ലിംബ്, കൈയിനെയോ കാലിനെയോ അത് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, മോണോപ്ലീജിയ എന്നൊരു സിറ്റുവേഷൻ നമുക്കുണ്ട്. പക്ഷേ അതിനോടനുബന്ധമായ മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 3 ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ നാസറിന്റെ അല്ലെങ്കിൽ പിംഗളദേവന്റെ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.